ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂത്തിച്ചി താത്ത വന്നിക്കണേ. അപ്പോൾ രാവിലെ വന്നിക്കണ താത്ത ഒരു 11 മണിയൊക്കെ ആയപ്പോൾ. ഇതൊന്ന് ചെല്ലണ്ടേ കാണാൻ? അപ്പോൾ താത്ത കുറേ ആയി വന്നിട്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇത്രയും ദിവസം വരാഞ്ഞെന്നൊക്കെ ചോദിക്കണം മിതു. അപ്പോൾ മിതൊക്കെ സ്കൂളിട്ട് വന്നിക്കണ്. ആദ്യം അതുപോലും നഴ്സറിക്ക് വിട്ട് പോലും വന്നിക്കണ്. അപ്പോൾ നമുക്ക് ചായക്ക് കടിപ്പൊന്നുമില്ല. അപ്പം ഇന്ന് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുക വിചാരിച്ച മുത്തശ്ശി ഉണ്ടല്ലോ. അങ്ങനെ 2 കപ്പ് മൈദയും ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും അതേപോലെ ഒരു നുള്ള ഉപ്പും പിന്നെ കുറച്ച് ഒരു യെല്ലോ കളറും ചേർത്തിക്കണം കേട്ടോ. ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി കണ്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ താത്ത പഴമൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പുറത്ത് പഴംപൊരിക്കുള്ള മാവും കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ളൊരു എന്താ പറയുക, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തേക്കണേ, അപ്പസോഡയും. അപ്പോൾ രണ്ടും അധികം ആവരുത്, കുറച്ച് ഈച്ച. അതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓവർ ആവരുത്, പറ്റ ലൂസും ആവരുത്, നല്ല ടൈറ്റും ആവരുത്. പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ മാവ് കൂട്ടിയെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ് ഇതിൻ്റെ മുന്നേ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കണ്ടേ. ഇത് കുറേ നേരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ആവും എന്ന് പറഞ്ഞാണ്ട് സമാധാനത്തിലിരിക്കും. അവന് കഴിച്ചിട്ട് വേണം അവന് കളിക്കാൻ പോവാൻ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അവനക്കൊക്കെ ചായ കൊടുത്തു. ഞങ്ങളും ചായ ഒക്കെ കുടിക്കട്ടെ.
അപ്പോൾ ആദ്യം സ്പൈഡർമാൻ്റെ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ 4 കള്ളി ഉണ്ട്. 4 കള്ളിയിലും നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നിറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ കച്ചറയിക്കാരം. അത് കഴിക്കൊന്നുമില്ല, ഒരു പയമ്പരത്തെ കഴിച്ചെങ്കിൽ കഴിച്ചു, എന്നാലും പ്ലേറ്റ് നിറക്കാൻ 2 ആളും മുന്നിലാണ്. ഓഫാക്കിക്കണ് ഒന്നാടാ. അപ്പോൾ എന്നോട് വന്ന് സലാം പറഞ്ഞേനി. അപ്പോൾ ഞങ്ങൾ ആരാണ് അവൻ സലാം പറഞ്ഞു വിചാരിച്ച് നോക്കിയപ്പോൾ അവനാണ്. അങ്ങനെ ഷാർഡും ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ ഒരു ലോഡ് തുണികൾ മടക്കി വെക്കാണ്ടായി കേട്ടോ. അപ്പം താത്ത കൂടിത്തരണം, താത്ത ഇപ്പം പോകും. അപ്പോൾ പോണേൻ്റെ മുന്നേ ഞാനും കൂടിത്തരാറുങ്ങാണ്ട് ഒക്കെ മടക്കി വെക്കാണ്. എന്തത്ര തോനെ തുണിയും കുപ്പായും തിരുമ്പാനും വെച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഈ മക്കളതൊക്കെ 2-3 കൂട്ടം ഓരോരുത്തരതുണ്ടാവും, എന്നും ഉണ്ടാവും ഇഷ്ടം പോലെ അലക്കാൻ. സ്കൂൾക്ക് പോകുമ്പോൾ ഒന്നിടും, പിന്നെ വന്നിട്ട് കുളിക്കാൻ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല, കളിക്കാൻ പോകണമല്ലോ. അപ്പോൾ അപ്പോഴൊന്ന്, പിന്നെ വന്നിട്ട് കുളി കഴിഞ്ഞിട്ടൊന്ന്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് 2-3 കൂട്ടം വീതം അലക്കാനുണ്ടാവും. അപ്പം ഇഷ്ടം പോലെ ഉണ്ടാവും. ഞങ്ങൾ 6 ആൾക്കാരില്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ മടക്കിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ താത്ത പോയിട്ടോ. അപ്പം ഇനി നമുക്കൊരു ബിരിയാണി മസാലയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഞാനിങ്ങനെ കുറച്ചധികം ബിരിയാണി മസാല പൊടിച്ച് വെക്കലാണ്, കാരണം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർഡർ വരുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് പൊടിക്കാൻ നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഒരു 30 ഗ്രാം വെച്ചങ്ങാണ്ട് മേടിച്ചിരിക്കണം. അതിൽ ജാതിക്ക മാത്രം കേട്ടോ കുറച്ച് കുറവാക്കിയെടുത്തത്. അങ്ങനെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, സാജീരകം, പെരുംജീരകം, കസ്കസ്, അതേപോലെ ആ ബിരിയാണിക്ക് ഇടുന്ന പൂവുണ്ടല്ലോ അത്, തക്കോലം, പേരൊന്നും അറിയണില്ല, ജാതിക്ക, അതൊക്കെ ഇങ്ങനെ 30 ഗ്രാം വെച്ചങ്ങാണ്ട് വീതം എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കസ്കസ് ഉണ്ടല്ലോ അതെന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അതില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ജാതിക്ക 30 ഗ്രാം എടുത്തിട്ടില്ല, ഒരു 20 ഗ്രാമൊക്കെ എടുത്തിട്ടുള്ളൂ. ജാതിക്ക ഒന്ന് നടു കീറി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിച്ചെടുക്കാൻ കഴിയൂല, നമ്മളെ മിക്സിക്ക് കേടാണ്. അപ്പം ഇതല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ എന്താ പറയുക, ഈ കസ്കസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് കാരണം, അല്ലെങ്കിൽ ഒന്ന് വെയിൽ കൊള്ളിച്ച. അപ്പം ഞാനൊന്ന് വെയിൽ കൊള്ളിക്കണമില്ല, അതേമാതിരി ചൂടാക്കി എടുക്കണില്ല, അങ്ങനെ തന്നെ പൊടിച്ചെടുക്കുകയാണ്. പെരുംജീരകം ശരിക്കും നമ്മൾ മറ്റേ സാധനങ്ങളൊക്കെ എടുക്കണേക്കാട്ടിലും ഇരട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ 30 ഗ്രാം തന്നെ എടുക്കണം, കാരണം നമ്മൾ മസാല തയ്യാറാക്കുമ്പോഴേക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കും, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അടപ്പിൻ്റെ മുകളിൽ ഒരു പേപ്പറൊക്കെ വെച്ചെടുത്താൽ നമ്മളെ അടപ്പൊക്കെ ആവില്ല കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കണത്. അങ്ങനെ നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുത്തു. ഇതൊരു ബോട്ടിലേക്ക് ആക്കാം. അപ്പം ബോട്ടിലിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവരുത് കേട്ടോ. ഞാൻ പിന്നെ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കൽ. അങ്ങനെ നമ്മളെ ബിരിയാണി മസാല സെറ്റായി. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.